കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1912 ഇംഗ്ലണ്ടിലെ വോൾവർഹാംപ്റ്റൺ എന്ന സ്ഥലത്ത് ജനിച്ച സൺബീം എന്ന മോട്ടോർ സൈക്കിളിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശകലനം ചെയ്യുന്നത്. സൺബീമിൻ്റെ അവസാന കാലഘട്ടത്തിൽ BSA തറവാട്ടിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായത്. ആ ചരിത്രവാഹനം നമുക്കിന്ന് പരിചയപ്പെടാം. കൂട്ടുകാരെ, എല്ലാവരും ശ്രദ്ധിക്കുക. പലതരം മാറ്റങ്ങളുള്ള ഈ വാഹനം ചരിത്രത്തിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുകയാണ്. എന്തായാലും മൈൽ മീറ്ററാണ് അതിൻ്റെ പഴയ. അയ്യോ ചേട്ടാ, നമ്മളുടെ ഇത് ഏതാ വണ്ടി? ഇത് സൺബീം എന്ന് പറയും. സൺബീം ഇത് മെയ്ഡ് ഏതാ? ഇത് UK എന്നുള്ള വണ്ടിയാണ്. അവിടുത്തെ പ്രൊഡക്ഷനാണ്. ബ്രിട്ടീഷ് വണ്ടിയാണ്. ബ്രിട്ടീഷ് വണ്ടിയാണ്. ഇപ്പോഴും ഉണ്ടോ ഇത്? ശരിക്കും ഇപ്പോൾ ഇല്ല, നിലവിലില്ല. പിന്നെ ഇവർ കാലക്രമേണ BSA ആയിട്ട് ടൈപ്പായിട്ട് ഇപ്പോൾ അവർ സൺബീം എന്ന് പറഞ്ഞ വണ്ടി ഇരിപ്പില്ല. ഇല്ല അല്ലേ? ഓക്കെ. ഇത് ഇപ്പം നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന വണ്ടി ഏത് മോഡലാണ്? ഇത് 1955 എന്നാണ് ബുക്കിലുള്ളത്. ഓക്കെ. കാരണം അത് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. കാരണം 45 മുതൽ 56, 57 വരെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് ഇതിന് പ്രത്യേകത? നമ്മൾ മറ്റുള്ള വണ്ടിയിൽ കാണാത്ത പ്രത്യേകത? ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചെയിനില്ല, ഷാഫ്റ്റ് ഡ്രൈവാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത, ഷാഫ്റ്റ് ഡ്രൈവ്. പിന്നെ ബുള്ളറ്റിൻ്റെ പോലെ തന്നെ വലത്തുവശത്ത് ഗിയർ, ഇടത്തുവശത്ത് ബ്രേക്ക്, 4 ഗിയർ ഉണ്ട്. ഇത് 486 cc ആണ്. 486 cc ആണ്. ഓക്കെ. 500 cc എന്ന് പറഞ്ഞ ബുക്കിൽ വരുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ട്വിൻ സിലിണ്ടറാണ്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ എഞ്ചിനാണ്. ഇതൊരു കാറിൻ്റെ എഞ്ചിൻ്റെ, ഫിയറ്റ് കാറിൻ്റെ എഞ്ചിൻ്റെ അതേ ഒരു മോഡലാണ്. ഓക്കെ. ഇതിൽ ഈ കണ്ടിരിക്കുന്ന ഈ മീറ്ററിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ? ഈ മീറ്റർ മൈൽ മീറ്ററാണത്. മൈൽ മീറ്റർ. അത് ബ്രിട്ടീഷ് പണ്ട് മുമ്പ് ഉള്ള ആ സിസ്റ്റം അല്ലേ, കിലോമീറ്റർ പിന്നെയുള്ളത്. അപ്പോൾ മൈൽ മീറ്ററാണ് അതുള്ളത്. പിന്നെ അതിനെന്ന് വെച്ചാൽ ബാക്കിൽ നമുക്ക് പറഞ്ഞ പോലെ ഈ സ്വിംഗ് ആം ഇല്ലല്ലോ, ഈ ഷാഫ്റ്റ് ഡ്രൈവ് അതുകൊണ്ട് സ്വിംഗ് ആം ഇല്ല. അതിന് പകരം ഈ ബാക്കിലെ ഷോക്ക് അബ്സറിൽ തന്നെയാണ് അതിൻ്റെ ആ സസ്പെൻഷൻ. പിന്നെ സീറ്റിലും സ്പ്രിംഗ് സീറ്റാണ്. സ്പ്രിംഗ് സീറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിൻ്റെ എൻജിൻ വന്നിട്ട് ഇൻലൈൻ എൻജിൻ അല്ലേ? അതെ, ഇൻലൈൻ എൻജിനാണ് വന്നേക്കണം. ഫ്രണ്ടിലും ബാക്കിലും വന്ന വിധത്തിൽ റൈറ്റ് സൈഡിലേക്ക് 2 എക്സോസ്റ്റും കൊടുത്തിരിക്കുന്നു. അത് 2 എക്സോസ്റ്റ് വന്നിട്ട് സിംഗിൾ ആയിട്ട് പോയിരിക്കുന്നു അല്ലേ? അതെ, സിംഗിൾ. ഒരു കാർബറേറ്റർ ഉള്ളൂ, ഒറ്റ കാർബറേറ്റർ ഉള്ളൂ. പ്രത്യേകത. ഒറ്റ കാർബറേറ്റർ, ട്വിൻ സിലിണ്ടറിൽ വന്നേക്കണ ഇൻലൈൻ എഞ്ചിൻ. ഓക്കെ. ഇതേപോലെ 2 ടാപ്പ് കാണുന്നുണ്ടല്ലോ ഇനി. അതായത് പെട്രോൾ ടാങ്ക് മുമ്പത്തേന്ന് വെച്ചാൽ ഈ സെൻട്രൽ ഒരു ഡിവൈഡർ പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് 2 സ്ഥലത്തെ പെട്രോൾ ഒരേപോലെ കിട്ടുവാൻ വേണ്ടിയാണ് ഈ പാർട്ടീഷൻ ആ ഒരു മോൾഡിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് 2 ടാപ്പ് വെച്ചേക്കുന്നത്. അപ്പൊ 2 ഭാഗത്തുള്ള പെട്രോളും നമുക്ക് ഉപയോഗിക്കണം. ഓക്കെ, അതിന് വേണ്ടിയാണ്. ഓക്കെ ഓക്കെ. ഇതിന് വന്നിട്ട് ഇപ്പൊ ഡിഫറൻഷ്യൽ വന്നേക്കണത് ഇങ്ങനെ വന്നേക്കണം അല്ലേ? ചെയിൻ ഇല്ലാണ്ട് ഡിഫറൻഷ്യൽ ഷാഫ്റ്റ് ഡ്രൈവ് ആണ് കൊടുത്തേക്കണം അല്ലേ? ഈ ഷാഫ്റ്റ് ഡ്രൈവ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിനിയനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുണ്ട്. പിനിയൻ ബോക്സിൽ ഒഴിക്കാനുള്ള ഓയിലിൻ്റെ പാത്തും കാര്യങ്ങളുമാണ് അല്ലേ ഇതെല്ലാം? ഓക്കെ. വേറെ വന്നിട്ട് നമുക്ക് ആംബിയർ മീറ്റർ നമ്മൾ ഓക്കെ. ഇതാണ് ഇതിൻ്റെ കോയിൽ സിസ്റ്റം അല്ലേ? ഡെൽകോ കോയിൽ സിസ്റ്റം അല്ലേ വന്നേക്കണം. ഇതിൻ്റെ സ്റ്റാർട്ടർ കോയിലും സാധനങ്ങളും വരുന്നത് ഫ്രണ്ടിലാണ് അല്ലേ? ഇത് ഓൾട്ടർനേറ്റർ വന്നേക്കണ ഫ്രണ്ടിലാണ് അല്ലേ? ഓക്കെ. ഇതാണ് വന്നേക്കണത്. ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്താ ടൈപ്പ്? ശരിക്കും സാധാരണ ടെലസ്കോപ്പ് സൈക്കിൾ ടൈപ്പ് ഹബ്ബും അല്ലേ? സൈക്കിൾ ടൈപ്പ്. ഇതിന്റെ ടയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാക്ടറി ബലൂൺ ടൈപ്പ് ടയറാണ് അല്ലേ? അതെ. ഒറിജിനൽ ബലൂൺ ടൈപ്പാണ്. ഇപ്പോൾ നമ്മുടെ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അംബാസിഡറിന്റെ ഒക്കെ ടയർ ഉപയോഗിച്ചേക്കണാണ്. കാരണം ടയർ ഓൾമോസ്റ്റ് തീർന്നു പോയി. പിന്നെ ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ല ആക്ച്വലി. ഇപ്പം നമ്മൾ ഈ ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റർ പിടിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ടാങ്കിന്റെ സൈഡിൽ ശരിക്കും റബ്ബർ പാഡാണ്. അങ്ങനെ ഒരു റബ്ബർ പാഡ് ഇപ്പം ഇല്ല, അവൈലബിൾ അല്ല. അപ്പോൾ അതിന് വേറെ ഒരു അത് സെറ്റ് ചെയ്തെടുത്ത് അതിന്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി കാണുമ്പോൾ ഒറിജിനാലിറ്റിക്ക് വേണ്ടി അതിൻ്റെ ഒരു പതിപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ.
ഇതിൻ്റെ ബാക്കിൽ സസ്പെൻഷൻ ഒന്ന് അയ്യാൻ ചേട്ടൻ ഒന്ന് ഇരുന്നൊന്ന് കാണിച്ചു തന്നെ. തീർച്ചയായിട്ടും വർക്ക് ചെയ്യണ്ട. കട്ടറി ആടുമ്പോഴാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ആ ഓക്കെ ഓക്കെ. ഇത് കട്ടറി ആടുമ്പോൾ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ വീല് മാത്രം ഒന്ന് പ്രസ് ചെയ്ത്. ആ ഓക്കെ ഓക്കെ. ഇതാണ് അതിൻ്റെ വർക്കിംഗ് സിസ്റ്റം. ഇതാണ് അതിൻ്റെ വർക്കിംഗ് സിസ്റ്റം. നമുക്ക് ആൾക്ക് വേണ്ടിയാണെങ്കിൽ സ്പ്രിംഗിൽ നല്ല സുഖമാണ്. ഇതാ ഒരു പഴയ മോഡലാണെങ്കിലും നല്ല സുഖമുള്ള ഒരു സസ്പെൻഷനാണ് അല്ലേ? അതെ അതെ. ഓക്കെ, പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഷാഫ്റ്റ് ഡ്രൈവ് കണ്ടു. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഷാഫ്റ്റ് ഡ്രൈവുള്ള വണ്ടി കാണുന്നത്. എന്തായാലും കൊള്ളാം. ഫസ്റ്റ് നമ്മുടെ ബുള്ളറ്റ് ഫസ്റ്റ് 1 2 3 4